ഹായ് വെൽക്കം ടു കാറ്റ് പ്ലാന്റ്. അപ്പോൾ ഇന്നൊരു ഫേഷ്യൽ ആയാലോ? ഹോം ഫേഷ്യലാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫേസ് കണ്ടില്ലേ, നല്ല ഡള്ളാണ്. നാളെ ഒരു ചെറിയ ഫംഗ്ഷനുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഫേഷ്യൽ കിറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഫേഷ്യൽ നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഓറിഫ്ലെയിം ലവ് നേച്ചർ ഫേഷ്യൽ കിറ്റാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊരു ഫ്രൂട്ട് ഫേഷ്യൽ കിറ്റാണ്. ഇതിൽ ഓർഗാനിക് ഗറാന, പപ്പായ, പൈനാപ്പിളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു വർഷമായിട്ട് ഈ സെയിം കിറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാനൊരു 10 പ്രാവശ്യമോളം ഈ ഒരു കിറ്റ് യൂസ് ചെയ്ത്, അതായത് ഈ ഒരു കിറ്റ് കൊണ്ട് ഫേഷ്യൽ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ എനിക്കത് നല്ല റിസൾട്ട് ഫീൽ ചെയ്യാറുണ്ട് ഇത് അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും കാണിക്കാമെന്ന് വെച്ചു. ആദ്യം ക്ലെൻസർ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതിൻ്റെ ക്ലെൻസർ ഫേസ് വാഷ് ഓർ ക്ലെൻസർ എന്നാണ് പറയുക. അപ്പം ഇതിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് വൈപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം സ്ക്രബ് വെച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ ഉണ്ടെങ്കിൽ അത് വരും. അത് ടീസർ വെച്ച് ഇതുപോലെ എടുത്ത് കളയാം. അതിനുശേഷം ഈ ക്രീം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മൾ മേലോട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. കാരണം നമ്മൾ താഴോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് തൂങ്ങും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രീമല്ല, മോയ്സ്ചറൈസർ ക്രീം ആണെങ്കിൽ എന്ത് ക്രീംസ് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും മേലോട്ട് ഇങ്ങനെ തടവി കൊടുക്കണം. അപ്പോൾ ഇത് നന്നായി ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും സഹായിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ കഴുത്തിലൊക്കെ നന്നായി നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഏത് ക്രീംസും ഇപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കഴുത്തിൽ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഫേസും കഴുത്തും തമ്മിൽ നല്ല ഡിഫറൻസ് വരും. അതുപോലെ ചെവിയിലും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈവൻ സ്കിൻ ടോൺ കിട്ടും. പിന്നെ ഇതുപോലെ അപ്പർ ലിപ്സിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. ചിലർക്ക് ആ ഭാഗത്തൊക്കെ നല്ല കറുപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ മസാജ് ചെയ്തിട്ട് നല്ല ക്രീം നന്നായി അബ്സോർവ് ആവും. അപ്പം എൻ്റെ ഫുള്ളി അബ്സോർബ്ഡ് ആണ്. ഞാൻ വാഷ് ചെയ്യാറില്ല. ചിലർ വന്നിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വാഷോ വൈപ്പോ ചെയ്ത് കളയാവുന്നതാണ്. അതിനുശേഷം ഫേസ് മാസ്ക് ഇടുക. ഫേസ് മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കാനൊന്നും പാടില്ല. അതിട്ട് ഒരു 10-15 മിനിറ്റോളം ഇരിക്കുക. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ പിള്ളേരുണ്ട്, കുട്ടികൾ ഓടി കളിക്കുന്നുണ്ട്, അവർ ക്രീം എടുത്ത് തരുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാമറ പിടിച്ച് തരുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. രാത്രിയാണ് ഞാൻ ചെയ്യുന്നത്, 10 മണിക്ക് ശേഷമാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് ആ സമയത്ത് ഫ്രീ ആവുള്ളൂ. ഞാൻ ഒറ്റയ്ക്കാണ് പിള്ളേരായിട്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫ്രീ ടൈമിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫേഷ്യലാണ്. 10-15 മിനിറ്റിന് ശേഷം കഴുകണം എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഞാൻ ഈ ഒരു ഫേഷ്യൽ കിറ്റ് വെച്ചിട്ട് ഒരു 10 ഫേഷ്യലോളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത് കണ്ടില്ലേ, നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. നാളെ ആകുമ്പോഴേക്കിനും നല്ലൊരു ഗ്ലോ ഫീൽ ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്